ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് ടെക്നോളജി ഐറ്റംസിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ലിവിങ് റൂം തന്നെ ഒരു ടെക്നോളജി ഹബ്ബാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവം സോണി FX9 ക്യാമറയാണ്. അപ്പം നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ വീട്ടിൽ എന്ത് സാധനം മേടിച്ചാലും ഹസ്ബൻഡ് പറയും ഞാൻ ഓപ്പൺ ചെയ്യണമെന്ന്. ഹസ്ബൻഡ് എന്ന് പറയുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് ഒരു പോൾ എന്നാണ്, ഞാൻ അച്ചാച്ച എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. അപ്പം അച്ചാച്ചൻ പറയും ഞാൻ ഓപ്പൺ ചെയ്യണമെന്ന്, കാരണം പുള്ളി പറയുന്നത് എനിക്ക് ഭയങ്കര രാശിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ ഓർത്തു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഓർത്തു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ മെയിൻ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ആദ്യം ഏതാ വെച്ചാൽ നമ്മൾ തുറക്കാം. ഇത് ഓക്കെ, ഇത് തുറക്കുന്നു. ഇതെന്താ നോക്കാം അല്ലേ. ഭയങ്കര വൻ പാക്കിംഗ് ഒക്കെയാണ്, ഒന്നും പറയണ്ട. കവറോടുകൂടി പുറത്തെടുക്കട്ടെ. അമ്മേ, അത്യാവശ്യം നല്ല ഭാരമൊക്കെ ഉണ്ട്, കാണുന്ന പോലൊന്നും അല്ല. ഇതാന്ന് തോന്നുന്നു, നമുക്ക് ഹാൻഡിൽ വെച്ചിട്ട് തന്നെ പിടിച്ചെടുക്കാം. ചടാ, കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടല്ലേ, സൂപ്പർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സോണി FX9 ക്യാമറ. ഇതിന്റെ ഒരു കോമഡി ഞാൻ പറയട്ടെ. അച്ഛൻ സോണി FX9 ക്യാമറ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു FX-ല് EFFECTS അതായിരുന്നു എൻ്റെ വിചാരം. എന്നിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് FX9 ആണ്. എൻ്റെ ബാക്കൊക്കെ കണ്ടോ, ഇതൊരു പഴയ ടേപ്പ് റെക്കോർഡറിൻ്റെ ലുക്ക് ഉണ്ടല്ലേ. ടേപ്പ് റെക്കോർഡറാണ്, പക്ഷേ അത്യാവശ്യം നല്ല വിലയൊക്കെയുള്ള ഒരു സംഭവമാണ്, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഞാൻ കൂടുതൽ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ ക്യാമറ അതാണ്, ഓൾ ഗുഡ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇതെന്തുവാ ചാച്ചാ? ചാർജർ. ഇതാണ് ഇതിൻ്റെ ചാർജർ. കവറിൻ്റെ പുറത്തെടുത്ത് നമുക്ക് നോക്കാവേ. ഇതൊരു വോക്ക്മാൻ പോലെയാണ്. റേഡിയോയിൽ നിന്നും വോക്ക്മാനിൽ നിന്നൊക്കെയാണ് ഇവർ ഇൻസ്പയർഡ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജറൊക്കെ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവം. ഇതാണ് ഗ്രിപ്പ്. വാവ്, ഗ്രിപ്പൊക്കെ വേണമല്ലോ, കാരണം ഈ ഭാരപ്പെട്ട ക്യാമറയൊക്കെ തൂക്കി പിടിച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് വേണ്ടിയുള്ള സാധനമാണ് ഗ്രിപ്പ്. ആണോ? ഓക്കെ, അത് തന്നെ സംഭവം. ഈസി ഗെസ്. ഐ എം സോ എക്സൈറ്റഡ്. ഇനി എന്താ, ഈ സാധനം എടുക്കാം. അയ്യോ, ഇതിന്റെ കൂട്ടത്തിൽ ഒരു കോല് കിട്ടി. ഇതെന്താ? ഇത് മൗണ്ട് ചെയ്യാനുള്ള സാധനം കേട്ടോ. അച്ചാച്ചൻ ഭയങ്കര സീരിയസ്. മൗണ്ട് ഗ്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജാടയിൽ ഇടുന്ന് പറയാം. നമ്മൾ വാങ്ങുന്നത് ഇതൊന്നും അറിയാൻ പാടില്ല. ഇതാണ് വ്യൂ ഫൈൻഡർ. നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ പൊളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, മൗണ്ട് ഇവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം, ഇങ്ങനെ ഞെക്കി പൊട്ടിക്കാം. കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ ഇത്. പിന്നാട്ടോ, ഇതെന്താ ചേച്ചാ? ഇതാണ് മൈക്ക് ഹോൾഡർ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇത് ചാർജർ പോലെ ഇരിക്കുന്നു, ലാപ്ടോപ്പിൻ്റെ ചാർജർ പോലത്തെ. ഇത് ചാർജറിൻ്റെ ബാക്കിയാണല്ലേ, അതതിൻ്റെ കൂടെ തന്നെ വയ്ക്കാം. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ.
അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ സൈഡ് ഏകദേശം ലെവലായി. പിന്നെ ഇതെന്താ ഇത്? അതെ, ഇവിടെ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു വയറ്. അതിങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനായിരിക്കും. ഇത് എന്ത് കണക്ട് ചെയ്യാനുള്ളതായിരിക്കും? പവർ കേബിൾ. അപ്പം ഇനി നമ്മൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ബുക്കാണ്. ഇതിപ്പോൾ അച്ചാച്ചൻ എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നെങ്കിൽ ഞാനിതൊക്കെ വായിച്ച് പഠിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇത് തുറന്ന് നോക്കട്ടെ? വേണ്ട, കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എങ്ങാനും കളഞ്ഞു പോയാൽ എനിക്ക് പണിയാവും. അതേണ്ടേ, ഇനി ഒരു സാധനം എന്താ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്ക് അവനെ കണ്ടുപിടിക്കാം. ഇതെന്താണ് സംഭവം നോക്കാം. ബാറ്ററി ആണെന്ന് തോന്നുന്നു. ചടാ, ബാറ്ററി. അത് പിടിക്കട്ടെ. അപ്പം നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും കവർ ചെയ്തു തോന്നുന്നു. കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും തീരില്ലാന്ന് തോന്നുന്നു. ആക്ച്വലി ഐ വാസ് റോങ്. കഴിഞ്ഞു. ഇത്രേ സംഭവങ്ങളുള്ളൂ. സോറി, ഞാൻ വീണ്ടും തെറ്റി. വേണ്ട, ഇവിടെ ഒരു സംഭവം ഇരിക്കണം. അയ്യോ, പിന്നെയും വയർ. പിന്നെ അതെ, ഇതിൻ്റെ അകത്ത് കുറച്ച് മാനുവലും എക്സ്പ്ലനേഷനും വാറണ്ടി ആൻഡ് എവറിഥിങ് ഉണ്ട്. അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ള കേട്ടോ. ഇതൊന്നും എൻ്റെ കയ്യിൽ ഒരിക്കലും തരൂല. ഇതൊക്കെ അച്ചച്ചൻ നല്ലോണം സേഫായിട്ട് എവിടെയെങ്കിലും വെക്കും. അത് ഒരിടയ്ക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അച്ചച്ചൻ പറയും ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ പറയും അച്ചച്ചൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ട് നമ്മുടെ പോളിസി എന്താ, എല്ലാ അച്ചച്ചൻ തന്നെ വയ്ക്കും. ഈ വീട്ടിൽ എന്ത് കളഞ്ഞു പോയാലും അതിന് ഉത്തരവാദി എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഒന്നുകൂടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ക്യാമറ, വയേഴ്സ്, battery, right? Battery, sorry, this is the charger. This is also the charger, something connecting to the charger. പിന്നെ ഇത് നമ്മൾ ഗ്രിപ്പിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച സംഭവം. പിന്നെ ഇതെന്താ, വ്യൂ ഫൈൻഡർ അല്ലേ? വ്യൂ ഫൈൻഡർ, ദിസ് ഇസ് വ്യൂ ഫൈൻഡർ. പിന്നെ ഇത് മൗണ്ട്. കണ്ടോ, ഞാനെല്ലാം പഠിച്ചു പോയി. മൈക്ക് ഹോൾഡർ. ഓക്കെ, അത്ര സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ ഇതെന്താ, ബാറ്ററി. അതും കൂടെ വെച്ചേക്കാം. അല്ല, ഇതെന്താ വെച്ചാ? വെരി ഗുഡ്. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് നമുക്ക് ഒന്ന് ഓടിച്ച് കണ്ടു കളയാം. ഐ എം ആക്ച്വലി എക്സൈറ്റഡ്. നമുക്കിനി ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ഒക്കെ പിടിക്കണ്ടേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടെക്നോളജി ആയിട്ട് മിക്കവാറും നമ്മുടെ വീട്ടിൽ മേടിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാരണം എല്ലാവർക്കും ഇത് കോമൺ ഇൻട്രസ്റ്റ് ഒന്നും അല്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.